എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്നലെ രാത്രിയിൽ നമ്മളൊക്കെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാനിങ്ങനെ ഫോൺ കുത്തി കിടക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു, ആക്രമണം ആരംഭിച്ചിരിക്കുന്നു, മിസൈൽ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു അമേരിക്ക ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റി. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ, പലസ്തീൻ, ഹമാസ്, ഹെസ്ബുള്ള, ലബനൻ, ഇറാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ശ്രദ്ധ കിട്ടുന്ന വാർത്തയാണ്. പിന്നീട് അങ്ങോട്ട് ഇന്റർനാഷണൽ മീഡിയാസും നമ്മുടെ നാഷണൽ മീഡിയാസൊക്കെ വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്തതും ഈ വാർത്ത തന്നെയാണ്. എന്തായാലും ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു അമേരിക്ക ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു. അമേരിക്ക ചോർത്തിയെടുത്ത വിഷയമാണ് അത്. കൃത്യമായിട്ട്, അതായത് വെറും ജസ്റ്റ് എന്തെങ്കിലും ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ അല്ല, അത്രത്തോളം ഒരു സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വിവരം തന്നെയായിരുന്നു അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം ഉറപ്പായിരുന്നു അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ വളരെ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നല്ലേ അമേരിക്ക പറഞ്ഞ പോലെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ്. മിസൈലുകളുടെ എണ്ണത്തിൽ തുടക്കത്തിലെ മണിക്കൂറുകളിൽ പല കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം 181 മുതൽ 190 വരെ, പോട്ടെ ഒരു 200 വരെ എന്ന് കൂട്ടിക്കോ, അത്രത്തോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സോഷ്യൽ മീഡിയ മൊത്തം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഫുട്ടേജുകളായിരുന്നു. അതായത് ഇറാൻ അയച്ച മിസൈലുകൾ ഇസ്രായേലിലേക്ക് തീമഴ പോലെ ഇങ്ങനെ പെയ്തിറങ്ങുന്ന ആ രംഗങ്ങളായിരുന്നു ആ വീഡിയോസിൽ ഉണ്ടായിരുന്നത്. അത് ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഒക്കെ ആൾക്കാർ പകർത്തുന്ന വീഡിയോസ് ആയിരുന്നു. അതായത് ആകാശത്ത് നോക്കി പകർത്തിയാൽ മതിയല്ലോ, അതിലൊന്നും പ്രശ്നമല്ല. അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു. ദൂരെ തന്നെ മറ്റൊരു വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾ നടത്തുന്നു. ഇതുപോലെ തന്നെ പലസ്തീൻ്റെയും, അതായത് ഗാസയുടെയും വെസ്റ്റ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ഇറാൻ്റെ ഒക്കെ പല ഭാഗത്ത് വലിയ വലിയ ആഘോഷങ്ങൾ ഈ ഒരു വ്യക്തികളും മറ്റ് മിലിറ്ററി ഓർഗനൈസേഷൻസ് ഒക്കെ നടത്തുന്ന വീഡിയോസ് കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുമായിരുന്നു അല്ലേ. എന്തായാലും ഇതുപോലുള്ള ആക്രമണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? നമുക്ക് കേൾക്കാൻ സുഖകരമല്ലാത്ത ഒരു വാർത്തയാണ് സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് അല്ലേ. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, യുദ്ധം എന്ന് പറയുന്നത് സംഭവിക്കാതിരിക്കട്ടെ. അത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം സുഖകരമല്ല. അതായത് ഇരുഭാഗത്തും നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് കൊല്ലപ്പെടുന്നത്. കുട്ടികളടക്കം, പിഞ്ചു കുട്ടികൾ, ജനിച്ച് മാസങ്ങളായിട്ടുള്ള കുട്ടികൾ, ഗർഭസ്ഥ ശിശുക്കളടക്കം കൊല്ലപ്പെടും. അവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഇറാൻ ഇസ്രായേലിന്റെ മേൽ നടത്തിയിട്ടുള്ള ഈ ഒരു മിസൈൽ ആക്രമണത്തിൽ ഹ്യൂമൻ കാഷ്വാലിറ്റീസ്, മനുഷ്യന് അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റൊരു വ്യക്തി ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ബാക്കി എല്ലാ പൗരന്മാരും സേഫാണ്. പക്ഷേ എടുത്തു പറയേണ്ടത് എന്താണെന്നറിയാമോ? ഇറാന് ലക്ഷ്യം തെറ്റി. ഈ കൊല്ലപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, ഇസ്രായേലാണെന്ന് നോക്കുവാണെങ്കിൽ അല്ല, അയാൾ പലസ്തീൻകാരനായിരുന്നു. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ടല്ലോ പലസ്തീനിലെ, ആ വെസ്റ്റ് ബാങ്കിൽ പുറത്തൊരു റോഡ് സൈഡിൽ നിന്നിട്ടുള്ള വ്യക്തിയായിരുന്നു. ആ ഒരു വ്യക്തിയുടെ മേത്തേക്കാണ് ഈ ഒരു മിസൈലിൻ്റെ ഒരു ഭാഗം വീണിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണോ ആ ഒരു വ്യക്തി മരണപ്പെട്ടത്. ഇസ്രായേൽ ആ ഒരു വീഡിയോ ഫുട്ടേജ് അടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്, ഒരുപാട് പലസ്തീനിയൻകാർ ഗാസയിലും വെസ്റ്റ് ബാങ്കിലൊക്കെ ഉള്ളവർ ഇത് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഈ ഒരു ഇസ്രായേൽ അനുകൂലികൾ ചോദിച്ചത്, ഇറാൻ കൊന്നത് നിങ്ങളുടെ വ്യക്തിയാണ്. ഒരു ജൂതന് പോലും, ഇസ്രായേലി ജൂതന് പോലും പരിക്ക് പോലും പറ്റിയിട്ടില്ല. ആകപ്പാട് ഇറാൻ കൊന്നത് ഒരു വെസ്റ്റ് ബാങ്കിലെ പലസ്തീനിയൻ സ്വദേശിയാണ്. അപ്പോൾ അയാളെ കൊന്നതിനാണോ നിങ്ങൾ ആഘോഷിക്കുന്നത് തുടങ്ങിയ കമന്റുകളായി പിന്നീട് വരാൻ തുടങ്ങി. ആദ്യം ഈ വാർത്ത, അതായത് കൊല്ലപ്പെട്ടത് പലസ്തീനിയൻ തന്നെയാണെന്നുള്ള കാര്യം പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. പിന്നീട് വന്നപ്പോഴാണ് ഇത് വലിയൊരു റിവേഴ്സ് ആയിട്ട് നേരെ യൂണോ കാർഡ് പോലെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനാണ് പെട്ടെന്ന് ഇറാൻ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും സംശയമുള്ളത് അയൺ ഡോം, ഇസ്രായേലിന്റെ അയൺ ഡോമിന് എന്താണ് സംഭവിച്ചത്, അത് വർക്ക് ചെയ്തില്ല തുടങ്ങിയ സംശയങ്ങളുണ്ടാവും. പിന്നീട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണ്, നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് വേൾഡ് വാർ 3, ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് പോകുമെന്നുള്ളതാണ്. ഇന്ത്യ ഇത് എങ്ങനെ ബാധിക്കും, ഇന്ത്യയുടെ അഭിപ്രായം എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. ഇന്നലെ ഇസ്രായേൽ പ്രാദേശിക സമയം വൈകിട്ട് 5:30 കഴിയുമ്പോഴാണ് ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയിട്ട് മിസൈൽ തൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനും ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അമേരിക്ക വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇറാൻ അവിടെ തയ്യാറാക്കി നിൽക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കമാൻഡ് കൊടുത്താൽ മതി, ആ ഒരു മിസൈലുകൾ പതിക്കും. അത്ര ഉറപ്പോട് കൂടിയിട്ടായിരുന്നു അമേരിക്ക കൊടുത്തിട്ടുണ്ടായിരുന്നത്. അമേരിക്ക പറഞ്ഞ പോലെ തന്നെ ഇറാൻ ആ ഒരു പ്രവൃത്തി ചെയ്തു. അങ്ങനെ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേലിന് ഒരു കവചമുണ്ടല്ലോ, ഒരു സുരക്ഷാ കവചമുണ്ട്, അയൺ ഡോം, ഇരുമ്പ് കവചം. മിസൈലുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അയൺ ഡോം വർക്ക് ചെയ്യുന്നത്? ഒരു മിസൈൽ അങ്ങോട്ട് വരുമ്പോഴേക്കും അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് മറ്റൊരു മിസൈൽ വെച്ച് അതിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന ഒരു ടെക്നോളജിയാണ് അയൺ ഡോം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു വന്നിട്ടുള്ള ഏകദേശം 180 മുതൽ 190 വരെയുള്ള മിസൈലുകളാണ് വന്നിട്ടുള്ളതല്ലേ. ഇതിൽ ഒരുപാട് മിസൈലുകൾ ഈ ഒരു അയൺ ഡോം സിസ്റ്റം തകർക്കുകയാണ്. ഇനി മറ്റു ചില മിസൈലുകൾ ഈ ഒരു ഇസ്രായേൽ പതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവിടുത്തെ ഒരു ഇസ്രായേൽ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ പോലും ഇങ്ങനെ ചാറ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ഒരു അപകട സാധ്യത ഉണ്ടെങ്കിൽ ആൾക്കാരുടെ ഫോണുകളിലേക്കും മെസ്സേജുകളും നോട്ടിഫിക്കേഷൻസും എമർജൻസി അലർട്ടുകളും എത്തും. അതുപോലെ തന്നെ മൊത്തം സൈറൺ അടിക്കും. അങ്ങനത്തെ സിസ്റ്റം എല്ലാം അവിടെയുണ്ട്. ഇസ്രായേലിലെ കെട്ടിടങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ അവിടെയുള്ള ഭൂരിഭാഗം കെട്ടിടങ്ങൾക്കും വീടുകൾക്കും എല്ലാം തന്നെ ബങ്കറുകളുണ്ട്. അതായത് ഒരു
അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ആ ഒരു അണ്ടർഗ്രൗണ്ടിൽ അവർക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റും. അതിന് മുകളിൽ ബോംബ് വീണ് കഴിഞ്ഞു കഴിഞ്ഞാലോ അവർക്ക് ജീവനോ ആപത്തോ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ രാജ്യത്തെ സിറ്റിസൺസ് എല്ലാം തന്നെ സാധാരണഗതിയിൽ ഇതുപോലെ അലർട്ട് വരുമ്പോൾ ചിലപ്പോൾ ടെല്ലവീവിലുള്ള ഭാഗങ്ങളിലായിരിക്കും, അതിന് ചുറ്റുമുള്ള കുറച്ച് പ്രദേശങ്ങളിലായിരിക്കും. പക്ഷേ രാജ്യം മൊത്തമായിരുന്നു ഈ ഒരു അലർട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഫോൺ ഇങ്ങനെ ചറവറ ഇങ്ങനെ അലർട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, മൊത്തം സൈറൺ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ രാജ്യത്തെ കംപ്ലീറ്റ് ജനങ്ങളും അവരുടെ ഫ്ലാറ്റിൻ്റെ അടിയിലോ വീടിൻ്റെ അടിയിലോ അല്ലെങ്കിൽ അയൽവക്കത്തെ ബങ്കറുകളിലോ ഒക്കെ പോയിട്ട് അഭയം പ്രാപിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മിസൈൽ അങ്ങോട്ട് വന്നു. പരമാവധി മിസൈലുകളെ അയൺ ഡോൺ ഡിഫെൻഡ് ചെയ്യുകയാണ്. മറ്റ് ചില മിസൈലുകൾ അവിടെ പതിക്കുകയാണ്. പക്ഷെ പതിച്ചതൊന്നും കൊണ്ട് കാഷ്വാലിറ്റീസ്, ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടില്ല. കാരണം ജനങ്ങളോട് ബങ്കറിലാണ്. ഒരുപാട് മിസൈലുകൾ, ഭൂരിഭാഗം മിസൈലുകളെയും ഡിഫെൻഡ് ചെയ്തെന്ന് ഇസ്രായേൽ പറയുന്നു. ഇനി ഇറാൻ പറയുന്നത് എന്താണെങ്കിൽ നല്ലൊരു ശതമാനം മിസൈലുകൾ അവിടെ പതിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പറയുന്നു. അതിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും മനുഷ്യന് അപകടവും സംഭവിച്ചില്ല എന്നുള്ളത് വളരെ ഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അയൺ ഡോം എന്നുള്ള ഇരുമ്പ് കവചം അത്രത്തോളം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമുള്ള രാജ്യങ്ങൾ US, റഷ്യ ഒക്കെ ഉള്ളൂ. പിന്നെ സൗത്ത് കൊറിയ, ഇന്ത്യക്കും ഒക്കെ ചെറിയ തോതിൽ ഓരോന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്രായേൽ പോലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് സിസ്റ്റമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ചില കമൻറ്റുകൾ കാണാറുണ്ട്, അത് ഭേദിച്ച് കുറച്ച് മിസൈലുകൾ അവിടെ പതിച്ചില്ലേ. ശരിയാണ്, പതിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മായാജാല കഥകളിൽ കാണുന്ന മാന്ത്രിക കവചമൊന്നുമല്ല, അതൊരു മെഷീനാണ്. ഒരുപാട് മിസൈലുകൾ വരുമ്പോൾ ഇവിടുന്ന് കുറച്ച് മിസൈലുകൾ പോയി അതിനെ തകർക്കുന്നതാണ്. നിലത്ത് നമുക്ക് ഇത്രയും മിസൈൽ സെറ്റ് ചെയ്ത് വെക്കാനോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്നിരുന്നാൽ കൂടിയിട്ട് ഭൂരിഭാഗം മിസൈലുകളെ തകർക്കുകയും അവിടുത്തെ ജനങ്ങളെ അത് രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളത് അവരുടെ ടെക്നോളജി എത്രത്തോളം ഡെവലപ്ഡ് ആണെന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് മിസൈലുകൾ അവിടെ പതിച്ചു എന്നും പറഞ്ഞിട്ട് ആ സിസ്റ്റം ഫെയിലിയർ ആണെന്നൊക്കെ പറയുന്നത് തീർത്തും വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും മാന്ത്രിക കഥകളിലെ മായാജാല കവചമല്ല അയൺ ഡോം. ഈ ഒരു ആക്രമണത്തോടുള്ള ഇസ്രായേൽ പ്രതികരണം എങ്ങനെയാണ്? ഇസ്രായേൽ തിരിച്ച് ഇറാനെ ആക്രമിക്കുമോ എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ആക്രമിക്കും എന്ന് തന്നെയാണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ ഊഹാപോഹങ്ങളല്ല പറയുന്നത്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഇറാൻ ഇന്ന് രാത്രിയിൽ വലിയൊരു തെറ്റ് ചെയ്തു, വലിയൊരു അബദ്ധം കാണിച്ചു. ആ ഒരു അബദ്ധത്തിന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഞങ്ങളെയൊക്കെ ആക്രമിച്ചവരെ ഞങ്ങൾ വലിയ പാഠങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഹെസ്ബുള്ള, ഹമാസ്, ലെബനൻ ഒക്കെ വലിയ വേദനിച്ച പാഠങ്ങൾ ഞങ്ങൾ അവരെ പഠിച്ചിട്ടുണ്ട്. വലിയ വേദനയായിരിക്കും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് തന്നെ ഇദ്ദേഹം ഡയറക്റ്റ് എടുത്തടിച്ചപടി പറയുകയാണ്. ഞങ്ങളെ ആരാക്രമിച്ചാലും ഞങ്ങൾ തിരിച്ചാക്രമിക്കും, അതായത് അടിച്ചാൽ തിരിച്ചടിച്ചിരിക്കും എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു മിലിറ്ററി ഒഫീഷ്യൽ ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ പദ്ധതിയിടുന്നത് ഇറാനിലെ മിലിറ്ററി ഓഫീസുകൾ, ഗവൺമെന്റ് ഓഫീസുകൾ, അവിടുത്തെ സുപ്രീം ലീഡേഴ്സിൻ്റെയൊക്കെ വസതികളുണ്ടല്ലോ, ഇതൊക്കെ ആക്രമിക്കാനാണ്. അതുപോലെ തന്നെ അവിടുത്തെ പരമോന്നത ലീഡറായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി അടക്കം വകവരുത്താനുള്ള ഒരു നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഒരു മിലിറ്ററി ഓഫീസർ ജെറുസലേം പോസ്റ്റിന് കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ആക്രമണത്തിന് ശേഷം ഇറാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവരൊരു ഡിഫൻസ് സ്റ്റാൻഡ് അവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് ഇസ്രായേൽ റിട്ടാലിയേറ്റ് ചെയ്താൽ, അതായത് പ്രത്യാക്രമണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ആക്രമണമായിരിക്കും ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഇസ്രായേൽ ഇറാനെ തിരിച്ചാക്രമിക്കരുതെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് രണ്ട് രാജ്യങ്ങളുടെയും നിലവിലെ ഒരു നിലപാടെന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ഇറാൻ പെട്ടെന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ മറ്റൊന്നുമല്ല, ഇസ്രായേലിൽ പ്രധാനപ്പെട്ട ഇറാൻ അത്രത്തോളം പ്രിയപ്പെട്ട 3 ലീഡേഴ്സിനെ വകവരുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ആക്രമണത്തിലൂടെ. ആ ഒരു ജീവന് പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ഇറാൻ ഈ ഒരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ 3 പേരെ ആരൊക്കെയാൻ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഹമാസിന്റെ ഒരു തലവനായിട്ടുള്ള ഇസ്മയിൽ ഖനിയയാണ്. 2 ഹെസ്ബുള്ളയുടെ തലവനായിട്ടുള്ള ഹസൻ നസറുള്ള. ഈ ഹെസ്ബുള്ളയുടെ ആ ഒരു ചെയിൻ തന്നെ, ശൃംഖല തന്നെ ഇസ്രായേൽ തീർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ ആ ഒരു ട്രീ ആയിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കൗൺസിൽ, അതായത് അവിടുത്തെ ഒരു ആർമി പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ജനറൽ ആയിട്ടുള്ള അബ്ബാസ് എന്ന് പറയുന്ന ഒരാളെയും ഇസ്രായേൽ കൊന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ജീവന് പകരം ചോദിക്കാനാണ് ഇറാൻ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇതിൽ ഇസ്മയിൽ ഖനിയ കൊല്ലപ്പെട്ടിട്ടുള്ളത് ജൂലൈ 31, 2024 അദ്ദേഹം അന്ന് ഇറാനിലെ ടെഹ്റാനിലുള്ള ഒരു വസതിയിൽ കഴിയുകയായിരുന്നു. അവിടുത്തെ പ്രസിഡന്റിന്റെ ഒരു ഔദ്യോഗിക ചടങ്ങിന് അവിടെ അതിഥിയായി എത്തിയിട്ടുള്ളതായിരുന്നു. പക്ഷെ ആ ഒരു വസതിയിൽ ആരോ എക്സ്പ്ലോസീവ്സ്, ബോംബുകൾ പോലുള്ള സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം അവിടെയുള്ള സമയത്ത് ഈ ബോംബ് ട്രിഗർ ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു എക്സ്പ്ലോസീവ്സ് പൊട്ടിയായിരുന്നു അദ്ദേഹം അവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ഹമാസിന്റെ ലീഡറാണ്. ഇനി ഹെസ്ബുള്ള ലീഡറായിട്ടുള്ള ഹസൻ നസറുള്ളയും അതുപോലെ തന്നെ അവിടുത്തെ IRGCയുടെ ജനറൽ ആയിട്ടുള്ള അബ്ബാസും എങ്ങനെയാണ് മരണപ്പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 27, 2024 ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ഒരു വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു വസതിയിൽ ഇതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനൊക്കെ ബന്ധപ്പെട്ട് ഇവരെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇസ്രായേൽ അവിടെ വ്യോമാക്രമണം നടത്തുകയാണ്. ആ ഒരു എയർ സ്ട്രൈക്കിലാണ് ഈ 2 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഈ 3 പേരുടെ പേരല്ലാതെ മറ്റൊരാളുടെ പേര് കൂടെ കേൾക്കുന്നുണ്ട്. ഒരു കോൺസ്പിറസി ആയിട്ടാണ് കേൾക്കുന്നത്. മറ്റാരുമല്ല, ഇറാൻ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് നോക്കുകയാണെങ്കിൽ
ഹെലികോപ്റ്റർ അപകടമായിരുന്നു അല്ലേ, ഒരു സാധാരണ ഒരു നോർമൽ എന്ന് തോന്നുന്ന ഒരു ഹെലികോപ്റ്റർ അപകടമായിരുന്നു. അസർബൈജാൻ്റെ ഒരു പരിധിയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും ഒരു ഒഫീഷ്യൽ ഫംഗ്ഷന് പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള പേജർ എക്സ്പ്ലോഷൻ നടത്തിയിട്ടില്ലേ. ഇബ്രാഹിം റൈസിയുടെ കയ്യിലും ഒരു പേജർ ഉണ്ടായിരുന്നു. ശരിയാണ്, അദ്ദേഹം പേജർ ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളത് വളരെ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ആ ഒരു പേജർ ഹെലികോപ്റ്ററിൻ്റെ അകത്ത് വെച്ച് പൊട്ടിത്തെറിച്ച എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പരക്കുന്നുണ്ട്. കൺഫേംഡ് അല്ല, സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും അപ്പോൾ ഈ ഒരു ഇബ്രാഹിം റൈസിയും കൊന്നത് ഇസ്രായേലാന്നുള്ള തരത്തിൽ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഈ പേജർ എക്സ്പ്ലോഷൻ വഴി തന്നെ. അപ്പോൾ എന്തായാലും ഇവരുടെയൊക്കെ ജീവന് പകരം ചോദിച്ചതാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ വിലയിരുത്തുന്നത്. ഈ ഒരു വിഷയം ഇന്ത്യ എങ്ങനെയാണ് ബാധിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ഒരേ സമയത്ത് ഗുണകരവും അതേ സമയത്ത് തന്നെ ദോഷകരമാകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട്, നല്ലൊരു ശതമാനം രാജ്യങ്ങളുമായിട്ട് ഏറ്റവും നല്ല സൗഹൃദ ബന്ധങ്ങളാണുള്ളത്. അത് ആ ഒരു പൊളിറ്റീഷ്യൻസിൻ്റെ, അതായത് അവരുടെ കൺട്രി ലീഡേഴ്സിൻ്റെ ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ രാജ്യം തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല ബന്ധങ്ങൾ നിൽക്കുന്നുണ്ട്. ഉദാഹരണം നോക്കുവാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? നമുക്ക് ഇന്ന രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് സ്റ്റാൻഡ് അവിടെ എടുക്കാൻ പറ്റുന്നില്ല. കാരണം രണ്ട് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. റഷ്യ ആയിട്ടാണ് കൂടുതൽ ബന്ധമുള്ളതെങ്കിലും ഉക്രൈനുമായിട്ട് ബന്ധമുണ്ട്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യുക്രൈനിൽ പോയിട്ട് സെലൻസ്കിയൊക്കെ നേരിട്ട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അദ്ദേഹം സെലൻസ്കിയെ ആശ്ലേഷം ചെയ്യുന്ന ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ റഷ്യ ആയിട്ട് നോക്കുവാണെങ്കിൽ പുടിനുമായിട്ട് വളരെ ഡയറക്റ്റ് ബന്ധം വയ്ക്കുന്ന ഒരാളാണ്. അന്ന് പുടിൻ മോദിയെ ഡയറക്റ്റ് ഫോണിൽ വിളിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ന രാജ്യത്തിനൊപ്പം നിൽക്കുന്നു, യുദ്ധം ചെയ്യുന്നു, യുദ്ധം ചെയ്യാൻ സപ്പോർട്ട് കൊടുക്കുന്നു എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. ഒരു തരത്തിൽ ഗുണകരമാണ്, മറുതരത്തിൽ പറയാൻ പറ്റാത്തത് ദോഷകരവുമായിട്ട് നമുക്ക് ഭവിക്കാറുണ്ട്. അത് തന്നെയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നിലവിൽ സംഭവിച്ചിട്ടുള്ളത്. ഇറാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവിടെ പോർട്ട് നിർമ്മാണമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യാപകമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോരുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ഇറാൻ ആയിട്ട് ഈ ഒരു ഇസ്രായേൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ പിന്നെ പറയേണ്ട കാര്യമില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലുമായിട്ട് അത്രത്തോളം ദൃഢബന്ധമാണുള്ളത്. എപ്പോഴും ഇസ്രായേൽ ഇന്ത്യയുടെ കാര്യമൊക്കെ എടുത്തു പറയാറുണ്ട്, എപ്പോഴും സുഹൃത്തുക്കളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. മാത്രമല്ല കഴിഞ്ഞ ദിവസമായിരുന്നു ഇസ്രായേൽ ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ കുറച്ച് തൊഴിലാളികൾ ആവശ്യമാണ്, നിങ്ങളുടെ രാജ്യത്തു നിന്നും വരെ അങ്ങോട്ട് കിട്ടും. അത്രത്തോളം ബന്ധമാണ് ഈ രണ്ട് രാജ്യങ്ങൾ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്ത്യക്ക് ഇറാനുമായിട്ട് ബന്ധമുണ്ട്, ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങളെ നമുക്ക് വെറുപ്പിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വിഷയങ്ങൾ ഇന്ത്യക്കൊരു സ്റ്റാൻസ്, ഒരു നിലപാടെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇസ്രായേലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അവിടുത്തെ എംബസി വഴി വാണിംഗ് കൊടുത്തിട്ടുണ്ട്. സുരക്ഷിതമായിട്ടുള്ള താവളങ്ങളിലേക്ക് നീങ്ങുക, പെട്ടെന്ന് തിരിച്ചു പോരാൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാണിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും. സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പോലെ മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ വെറും കളിതമാശ മാത്രമാണ്. മൂന്നാം ലോക മഹായുദ്ധമൊക്കെ സംഭവിക്കണമെങ്കിൽ രണ്ട് രാജ്യങ്ങളും ഏകദേശം തുല്യമായിട്ടുള്ള ശക്തികളാകണം. അല്ലെങ്കിൽ അവർക്കൊപ്പം ചേരുന്ന അണികളെല്ലാം കൂട്ടിയിട്ട് ആ ഒരു രണ്ട് ഗ്രൂപ്പുകൾ തുല്യമായിട്ടുള്ള ശക്തിയായി മാറിയാൽ മാത്രമേ അത് നടക്കുന്നത്. ഇനി ഞാൻ കുറ്റമോ കളിയാക്കലോ പറയുകയല്ല. ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു, ആ ഒരു ആക്രമണം എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്? മിസൈലുകൾ വഴി മാത്രമാണല്ലേ. ഇറാന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇബ്രാഹിം റൈസിയുടെ മരണ സമയത്ത് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ പോലും 10-15 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ ഈ ഒരു 1979 ഇറാൻ റവല്യൂഷന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ വലിയ ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. അതുകൊണ്ട് തന്നെ മിലിറ്ററിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ പക്കൽ നിന്നും, ഉദാഹരണം റഷ്യ, USA, ഇസ്രായേൽ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പക്കൽ നിന്നൊന്നും ഇവർക്ക് ആയുധ സാമഗ്രികളോ ഫൈറ്റർ ജെറ്റുകളോ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധമുഖത്ത് അത്രത്തോളം ഇംപ്രവൈസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ മിസൈലുകൾ മാത്രം വെച്ച് യുദ്ധം ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നത് വെറും വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണം ഇപ്പോൾ നോക്കുക, ഇസ്രായേൽ നേരെ ഒരു F-35 ഫൈറ്റർ ജെറ്റ് ഇറാനിലെ ഒരു സിറ്റിയിലേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തകർത്ത് കളയും, സിറ്റി ടോട്ടലി ഡിസ്ട്രക്ട് ചെയ്ത് കളയും. അപ്പോൾ അത്രത്തോളം ശേഷിയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിപരമായിട്ട് കളിക്കുന്ന ഒരു രാജ്യമാണ്, അവർക്ക് അത്രത്തോളം ശേഷിയുമുണ്ട്. അതുപോലെ തന്നെ അവർക്കൊപ്പം നിൽക്കുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. അപ്പോൾ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകില്ല. ഇറാനതിന് താല്പര്യമില്ല. ഇറാൻ അതിൽ നിന്ന് തന്നെ ഇപ്പോൾ പിൻവാങ്ങുന്നുണ്ടല്ലോ. ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും തിരിച്ചാക്രമിക്കും എന്ന് പറയുന്ന ഒരു ഡിഫൻസ് സ്റ്റാൻഡ് അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂന്നാം ലോക മഹായുദ്ധമൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറയുന്നവരോട് പറയേണ്ടത്, ഇറാന്റെ മിലിറ്ററി ടെക്നോളജി വളരെ ഔട്ട്ഡേറ്റഡ് ആണ്, വളരെ ബാക്ക്വേർഡ്സ് ആണ്. ഇപ്പോൾ പേജറുകൾ, അതായത് അവിടുത്തെ ഫോൺ പോലും ഉപയോഗിക്കുന്നില്ല. അവർ വളരെ ഔട്ട്ഡേറ്റഡ് ടെക്നോളജീസ് ആണ് എല്ലാം ഉപയോഗിക്കുന്നത്. ഒരുപാട് 15-20 കൊല്ലം പഴക്കമുള്ള ഹെലികോപ്റ്ററുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവർക്ക് അത്രത്തോളം വാർഫെയറുകളോ സംഭവങ്ങളോ ഒന്നുമില്ല. ഫൈറ്റർ ജെറ്റുകളും അഡ്വാൻസ്ഡ് അല്ല. അപ്പോൾ അങ്ങനെ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുക, ഇസ്രായേലും അമേരിക്കയോടൊക്കെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഒരു രാജ്യത്ത് വലിയ നാശനഷ്ടം സംഭവിക്കും. അതൊരു രാജ്യം, ബുദ്ധിയുള്ള ഒരു രാജ്യവും ചെയ്യത്തില്ല. മറിച്ച് തീവ്രവാദ സംഘടനകൾ ചെയ്യും. കാരണം അവർ രാജ്യത്തെ ജനങ്ങളുടെ ജീവന് വില കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവിടെയുള്ള തീവ്രവാദ സംഘടനകൾ ഇസ്രായേലിനെ കയറി ആക്രമിക്കാം. പക്ഷേ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും അങ്ങനത്തെ നടപടികൾ ഉണ്ടാകില്ല. അവർക്ക് തന്നെ അറിയാം അത് വലിയ ദോഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഇപ്പോൾ ഉദാഹരണം ചിന്തിക്കുക, പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുമോ? കാര്യമായിട്ട് ഇല്ല. ഇന്ത്യ അത് ഒരാളില്ല തുരുത്താക്കുമെന്ന് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് അവർ കാര്യമായിട്ടൊന്നും ആക്രമിക്കത്തില്ല. പിന്നെ അതിർത്തിയിൽ ചില യുദ്ധങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അല്ലാതെ വലിയൊരു സംഭവത്തിലേക്കൊന്നും ഒരിക്കലും അവർ എസ്കലേറ്റ് ചെയ്യത്തില്ല. അവർക്കറിയാം അത് വലിയ അബദ്ധമാണ്, അത് മറ്റേ തൊട്ടാ കൈപൊള്ളുന്ന ഏർപ്പാടാണെന്ന് അറിയാം. അത് തന്നെയാണ് ഇറാൻ്റെ അവസ്ഥയും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒബ്സർവേഷനാണ് കേട്ടോ, കൃത്യമായിട്ട് വലിയ ഇൻ്റർനാഷണൽ മീഡിയാസിലൊക്കെ വന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒബ്സർവേഷനാണ്, അല്ലാതെ എൻ്റെ മാത്രം അഭിപ്രായം പറഞ്ഞാൽ. എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ചെയ്യാം. ആ പേജർ എക്സ്പ്ലോഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മിയ സിനിമ പ്ലീസ് സൈനിങ് ഔട്ട്.